ആഞ്ഞടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന കേന്ദ്ര സർക്കാർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ പ്രതികാര നടപടികൾ തുടരുകയാണ്. ഇന്നലെ അപ്രതീക്ഷിതമായി CPIM ആസ്ഥാനമായ AKG ഭവനിലേക്ക് ഒരു കൂട്ടം പോലീസുകാർ ഇരച്ചെത്തുകയായിരുന്നു. പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിച്ച SFI ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കുക എന്നതായിരുന്നു ആ വരവിന്റെ പ്രധാന ലക്ഷ്യം. ആ സമയം അവിടെയുണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള CPIM നേതാക്കളും MPമാരും പ്രവർത്തകരും നടത്തിയ സമയോചിത ഇടപെടലാണ് പോലീസ് നീക്കം പൊളിച്ചത്. ഒരു ദേശീയ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസ് മുതിർന്നുവെന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് നടത്തിയ ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ ഐഷിയെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടപടികൾ പാടില്ലെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഐഷിക്കെതിരായി ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് പോലീസ് ഒരുങ്ങിയത്. പ്രക്ഷോഭകർക്ക് നേരെ പ്രതികാരമുണ്ടാകില്ലെന്ന കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പും ലംഘിക്കപ്പെട്ടു. ജന്തർ മന്തർ പ്രക്ഷോഭത്തിനു ശേഷവും ജനാധിപത്യ മര്യാദകൾ പാലിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമല്ലെന്നതിന് തെളിവാണിത്. വിഷയത്തെ നിസ്സാരമായി കാണാൻ CPMഉം പ്രതിപക്ഷവും ഒരുക്കമല്ലെന്നതിന്റെ തെളിവാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ നടന്ന കനത്ത പ്രതിഷേധങ്ങൾ. കേന്ദ്രമന്ത്രി അമിത് ഷാ മറുപടി പറയണമെന്ന് വിഷയം ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത്. പോലീസ് എന്തിനാണ് ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ കയറിയതെന്നും യൂണിഫോമില്ലാതെ ഉദ്യോഗസ്ഥർ എത്തിയത് ഗൗരവതരമാണെന്നും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. ഡൽഹി പോലീസിനെയും ജോൺ ബ്രിട്ടാസ് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഐഷിയെ തീഹാറിലിടാമെന്ന് മോഹിച്ചു വന്ന പോലീസ് ഇലിഭ്യരായെന്ന് പരിഹസിച്ച അദ്ദേഹം ഐഷി ക്രിമിനലോ തട്ടിപ്പുകാരിയോ പിടികിട്ടാപ്പുള്ളിയോ അല്ല, ജനകീയ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമരനായികയാണെന്നും പറയുന്നു. അതെ, സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് പോരാടി എന്നതാണ് ഐഷിയിൽ പോലീസ് കാണുന്ന ക്രിമിനൽ കുറ്റം. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വലിയൊരു പോലീസ് സന്നാഹവുമായി ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കയറി ചെന്നതിന്റെ പിന്നിലെ തേജോവികാരവും ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ പോലും മറന്നുകൊണ്ട് ഇത്ര തിടുക്കത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തിയത്? കേവലം 30 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ എന്തുകൊണ്ടാകാം ഡൽഹി പോലീസുകാർ പേടിച്ചത്? പശ്ചിമ ബംഗാളിൽ ജനിച്ച ഐഷി ഘോഷ് ഇന്ത്യയിലെ പ്രമുഖ വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാളാണ്. ബാല്യകാല വിദ്യാഭ്യാസം സ്വന്തം സംസ്ഥാനത്താണ് പൂർത്തിയാക്കിയത്. തുടർന്ന് ഉന്നത പഠനത്തിനായി ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് എത്തി. അവിടെ നിന്നാണ് കാര്യങ്ങൾക്ക് തുടക്കമിടുന്നത്. വിദ്യാർത്ഥിയായിരിക്കെ സാമൂഹിക നീതി, പൊതുവിദ്യാഭ്യാസം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും SFIയിലൂടെ സജീവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. 2019 JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഐഷി ഘോഷ് ദേശീയ തലത്തിൽ ശ്രദ്ധേയായത്. പ്രസിഡന്റായിരിക്കെ സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരെയും ഹോസ്റ്റലുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താത്തതിനെതിരെയും മറ്റും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 2020 ജനുവരിയിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു കൂട്ടം അക്രമകാരികൾ ഇരുമ്പ് വെച്ചാണ് അന്ന് ഐഷി ഘോഷിന്റെ തലയടിച്ചു പൊട്ടിച്ചത്. അക്രമങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്ന ഐഷിയെ കാണാനെത്തിയ അമ്മ പറഞ്ഞത്, ആളുമാറിയാണ് നിന്നെ ആക്രമിച്ചതെങ്കിൽ എനിക്ക് സങ്കടമുണ്ടായേനെ, പക്ഷെ അവർ നിന്നെ ഭയക്കുന്നത് കൊണ്ടാണ് നിന്നെ ആക്രമിക്കാനായി അവിടെ എത്തിയത്. നീ മകളായി ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നാണ്. അമ്മയുടെ വാക്കുകളെ ആർജവമായി എടുത്തുകൊണ്ട് പരിക്കുകൾ ഭേദമാകും മുന്നേ സമരമുഖത്തേക്ക് തിരികെ എത്തി ആ പെൺകുട്ടി. ഒടിഞ്ഞ കൈയും തലയിലെ മുറിവിലെ കെട്ടുമായി ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഐഷിയുടെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. 13 വർഷങ്ങൾക്ക് ശേഷം ഇടതിന്റെ മുഖമായി മാറിയ കരുത്തയായ പെൺകുട്ടിയായിരുന്നു ഐഷി. 2021 ബംഗ്ലാ ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചതിന് ഐഷിക്കും SFI പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു. അതാണ് ഇപ്പോൾ പൊടി തട്ടിയെടുത്തത്. പട്ടിയാല ഹൗസ് കോടതി കഴിഞ്ഞ ഏപ്രിൽ കേസ് പരിഗണിച്ചപ്പോൾ ഹാജരാകാൻ ഐഷിക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കോടതി പുറപ്പെടുവിച്ച വാറന്റാണ് വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ തിരക്കിട്ട് നടപ്പാക്കാൻ പോലീസ് ശ്രമിച്ചത്. ജന്തർ മന്തർ സമരത്തിലടക്കം കഴിഞ്ഞ 3 മാസമായി ഡൽഹിയിലെ പോലീസിന്റെ കൺമുന്നിൽ തന്നെ ഐഷി ഉണ്ടായിട്ടും അറസ്റ്റിന് മുതിരാതിരുന്ന പോലീസാണ് തിരക്കിട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്യാനായി പാഞ്ഞെത്തിയത്. AKG സെന്ററിൽ പോലീസ് എത്തിയത് യൂണിഫോമോ നെയിം പ്ലേറ്റോ ഇല്ലാതെയാണ്.
സിവിൽ ഡ്രസ്സിലെത്തിയ ഉദ്യോഗസ്ഥയെ യൂണിഫോം എവിടെയെന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് എം പി ചോദ്യം ചെയ്തു. തുടർന്ന് കോടതിയിൽ നിന്ന് വരുമ്പോൾ മഴയായതിനാലാണ് നെയിം പ്ലേറ്റും യൂണിഫോമും ധരിക്കാതിരുന്നതെന്ന മറുപടിയാണ് പോലീസ് നൽകിയത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അറസ്റ്റ് അനുവദിക്കില്ലെന്നും യൂണിഫോം ധരിച്ചു വരാനും എം പി ഉറപ്പിച്ചു പറഞ്ഞതോടെ ഐഷിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് സംഘം ഒടുവിൽ തിരികെ മടങ്ങി. മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ ഡൽഹി പോലീസ് എത്തിയതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഏത് കേസിന്റെ പേരിലാണ് ഈ നീക്കമെന്ന് വ്യക്തമാക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. സംഘപരിവാറിന്റെയും ഡൽഹി പോലീസിന്റെയും നിരന്തരമായ വേട്ടയാടലുകളെ തെല്ലും കൂസാതെയാണ് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിനടക്കം ഐഷി ഘോഷ് ധീരമായി നേതൃത്വം നൽകിയത്. പ്രക്ഷോഭത്തിന് ശേഷവും തങ്ങളുടെ ഫാസിസ്റ്റ് നയ നിലപാടുകളിൽ അല്പം പോലും പശ്ചാത്താപം കേന്ദ്ര സർക്കാരിനോ സംഘപരിവാറിനോ ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് ഐഷിക്കെതിരായ അറസ്റ്റ് നീക്കം. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾക്ക് നേരെ ഡൽഹി പോലീസും കേന്ദ്രസേനയും അഴിച്ചുവിട്ട അതിക്രൂര മർദ്ദനം രാജ്യമാകെ ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ. ഭരണഘടനയുടെ 19ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന എല്ലാ പൗരാവകാശങ്ങളും ചവിട്ടിമെതിക്കുകയാണ് മോദി സർക്കാർ. ജയിലും തോക്കും ലാത്തിയും കാട്ടിയുള്ള ഭയപ്പെടുത്തലിന്റെ കാലം കഴിഞ്ഞു. ഇനി പോരാട്ടത്തിന്റെ നാളുകളാണ്. അതിധീരമായി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഐഷി ഘോഷ് എന്ന പെൺകുട്ടി തുടർന്നും മുന്നിലുണ്ടാകും. ഒപ്പം വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്ത് കുട്ടികൾക്കൊപ്പം തെരുവിലും അല്ലാത്തപ്പോൾ സഭയ്ക്കകത്തും നീതിക്കായി പൂർണ്ണ സമയം നിലകൊണ്ട ജോൺ ബ്രിട്ടാസ് എം പി പതിവ് പോലെ പ്രതിപക്ഷം സമ്മർദ്ദം നേരിടുന്ന ഈ ഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ പോരാടാൻ മുന്നിൽ തന്നെയുണ്ടെന്നതും കാണാതിരുന്നുകൂടാ. ഒരിക്കൽ കൂടി ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പോലും നിശബ്ദനായി പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുകയാണ്.